ഹായ് ഫ്രണ്ട്സ്, അബീസ് വികയുടെ പുതിയ പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റിൽ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്കറിയാം UK ഇപ്പം നമുക്ക് ഒത്തിരി ഇപ്പോൾ UK ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ട്രാമിലാണെങ്കിലും ഇപ്പോൾ ഒത്തിരി മലയാളികൾക്ക് താല്പര്യമുള്ളൊരു ഫീൽഡാണ്. നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത്, ബസ് ഓടിക്കുന്നത്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവർക്കായിട്ടുള്ള ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ എൻ്റെ ഒപ്പം മൂന്ന് പേരും ഇവിടുത്തെ ബസ്സിൽ വർക്ക് ചെയ്യണതാണ്. അതുപോലെ ഉണ്ണിച്ചേട്ടനാണെങ്കിലും ബസ്സിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യണതാണ്. നമുക്ക് എന്താണെങ്കിലും ഓരോരുത്തരെ പേഴ്സണലി പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് തന്നെ ഉണ്ണിച്ചേട്ടാ തുടങ്ങി. ഇവിടെ ബസ്സിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അബീസിൻ്റെ കൂടെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരേ രീതിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. എന്താ ഭാഗ്യം കൊണ്ട് ഞാനൊരു ട്രെയിനറായിട്ടുണ്ട്. മീൻസ് അബീസ് പറഞ്ഞാൽ മെൻറ്ററാണ്. നന്നായിട്ട് പോകണം, സുഖമായിട്ടിരിക്കുന്നു, ജോബൊക്കെ ഹാപ്പിയാണ്. ഞാനും അതുപോലെ അബീസിൻ്റെ വീഡിയോയിൽ ഇതിപ്പോൾ നാലാമത്തെ വീഡിയോ കൊണ്ടാണ്. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പം വലിയ കുഴപ്പമില്ലാതെ ജോലി ചെയ്ത് അങ്ങ് പോകുന്നു. ഞാനും ഇതുപോലെ തന്നെ അബീസിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാനും ഉണ്ണിച്ചേട്ടനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് സ്റ്റേജ് കോച്ചിന് വർക്ക് ചെയ്യാനായിട്ട് പോകും. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ഈ പോഡ്കാസ്റ്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേരും പേഴ്സണലി എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇവർ 2 പേരും നോക്കിക്കഴിഞ്ഞാൽ ഇവർ 2 പേരും ഒരു ഇതിൽ വർക്ക് ചെയ്യണം. നിജോയ ആണെങ്കിൽ വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണം. അപ്പം എനിക്ക് ചോദിക്കാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെയാണ് നിജോയും. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ. അപ്പം 2 കമ്പനിയിൽ വർക്ക് ചെയ്യണ വ്യക്തികളാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഒരു പോഡ്കാസ്റ്റ് രീതിയിൽ ഇന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളിതിൻ്റെ ഏറ്റവും ആദ്യം ഇതിൽ കയറാനുള്ള ക്വാളിഫിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഉണ്ണിച്ചേട്ടാ ഒന്ന് പറയാമോ? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ട്രെയിനിങ് ആയിട്ട് കയറാം. അപ്പോൾ ട്രെയിനിങ് ആയിട്ട് കയറേണ്ട ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ലൈസൻസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അതല്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണലിൽ നിന്ന് മീൻസ് ഇവർ അംഗീകരിച്ചേക്കുന്നത് ഇവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ UAE എന്നൊക്കെ വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാരണം UAE എന്നൊക്കെ നമ്മൾ ഇവിടെ വന്ന് ആ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും UAE ലൈസൻസ് കിട്ടി അന്ന് മുതലുള്ള വാലിഡേറ്റ് ആയിരിക്കും നമുക്ക് ഇതിനകത്തും കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ 2004 മുതലുള്ള ലൈസൻസാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നത് ഇപ്പോൾ 2.5 കൊല്ലം ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈസൻസ് നോക്കി കഴിഞ്ഞാൽ എനിക്കിവിടെ കാറ് ഡ്രൈവിങ്ങിൻ്റെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ 2004 മുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് അല്ല, അങ്ങനെ ഒരു രീതിയിൽ വരുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കയറാൻ പറ്റും. അതല്ല ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവരാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 6 to 1 year ടൈം ചോദിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ്സിൻ്റെ തന്നെ മെയിൻ ഇഷ്യൂ ആണ്. ഇവിടെ ഒന്ന് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ കാർ ലൈസൻസിൽ ഇപ്പോൾ അതേ സമയത്ത് ഇവിടെ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇവിടുന്ന് ലൈസൻസ് എടുത്തവർക്കൊക്കെ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറൊരു ഡ്രൈവിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനുള്ള ഒരു സമയം വരും. അവിടെ ഒരു 6 to 1 year അവർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു സംശയം അവിടെ ചോദിച്ചോട്ടെ. ഇപ്പം നമുക്ക് 2010 ദുബായിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ദുബായിലെ ലൈസൻസ് 10 വർഷത്തേക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ 2020 എക്സ്പയർ ആവും. അപ്പം നമ്മൾ 2015 UK വന്ന ബാക്കിയുള്ള 5 വർഷമാണോ അത് അവിടെ 2015 മുതൽ 2025 വരെയാണോ നമ്മുടെ ലൈസൻസിൻ്റെ? അല്ല, നമ്മുടെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമുക്ക് എന്നാണ് ദുബായിൽ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് ഇഷ്യൂ ആയോ അതേ ഡേറ്റ് മുതലാണ് ഇവിടെ നമുക്ക് പെർമിഷൻ തുടങ്ങുന്നത്, ഡ്രൈവിംഗ് പെർമിഷൻ തുടങ്ങുന്നത്. കാരണം എന്താ ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നു, ഞാനിവിടെ ലൈസൻസ് എടുക്കുവാണെങ്കിൽ എനിക്ക് UK ലൈസൻസ് കിട്ടണം. അത് ഫ്രഷ് ആയിട്ടല്ല നമുക്ക് തരണേ. ഓക്കെ. മറ്റേന്ന് പറഞ്ഞാൽ എന്നാണ് നമുക്ക് ദുബായിൽ അല്ലെങ്കിൽ UAE എന്ന് മുതൽ ലൈസൻസ് കിട്ടിയോ അന്ന് മുതലുള്ള ഡേറ്റിലാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. ഓക്കെ, അവിടെ ഞാൻ ഒരു സംശയം കാറിൻ്റെ മാത്രമാണ് കേട്ടോ. കാറിന് മാത്രം ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2024 നമ്മുടെ ലൈസൻസ് തീർന്നു, ദുബായിൽ നിന്ന് വന്ന ലൈസൻസ് ആണ്. പിന്നെ നമുക്ക് ലൈസൻസ് പുതുക്കുന്നത് അത് പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയി. പക്ഷേ എൻ്റെ ഇവിടുത്തെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ 2004 മുതലുള്ള പെർമിഷനാണ് കിടക്കുന്നത്. നമ്മുടെ മറ്റേ ലൈസൻസിൽ 2 ഡേറ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ഇഷ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 2.5 കൊല്ലം മുമ്പാണ് എൻ്റെ ലൈസൻസ്, 2 കൊല്ലം മുമ്പാണ് എൻ്റെ ഇവിടുത്തെ ലൈസൻസ് കിട്ടിയെങ്കിൽ പോലും എൻ്റെ ഡ്രൈവിംഗ് അതിനകത്തെ ബാക്കിലത്തെ നമ്മൾ ഡേറ്റ്സ് നോക്കുമ്പോൾ എൻ്റെ 2004 മുതലുള്ള പെർമിഷനാണ്. ഓക്കെ. നിജോയുടെ കമ്പനീനെ പറ്റി നിജോന് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യം എല്ലാവരും ഒരു കമ്പനിയിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ കമ്പനി മാറി. ഇപ്പം ആ കമ്പനി നോക്കുമ്പം ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ റൂട്ട് ഡിഫറെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു 12 റൂട്ടാണെങ്കിൽ അവിടെ ഒരു 14 above റൂട്ടുണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസിൻ്റെ സ്കൂൾ റൂട്ടുകളുണ്ട്. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരുപോലെയാണ്. പിന്നെ ടിക്കറ്റിൻ്റെ മെഷീൻസിൻ്റെ കാര്യങ്ങളും സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഏകദേശം എല്ലാം ഒരേ പ്ലാറ്റ്ഫോമൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ നമ്മളെല്ലാവരും ബസ്സിൽ കയറി വളർന്നവരാണ്.
ഈ നാട്ടിലെ ബസ്സിൽ വെച്ച് നോക്കുമ്പം ഇവിടെയുള്ള ബസ്സിൻ്റെ ഒരു പ്ലസ് ആൻഡ് മൈനസ് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പ്ലസ് എന്താണ് പറയാനുള്ളത്? ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം ഓക്കെ നമ്മളൊരു ബസ് എടുത്ത് പോകുന്ന വഴിക്ക് നമുക്ക് ബസ് ട്രാഫിക് ഡിലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബസ് അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബസ് ഡിലേ ആണെങ്കിലും അത് ഫുള്ള് ക്യാരിയും ചെയ്യും. ഇപ്പം തുടങ്ങി എൻഡ് വരെ ക്യാരിയും ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളൂ പിന്നെ നമുക്കത് ടെർമിനേറ്റ് ചെയ്യണത് തിരിച്ച് റിട്ടേൺ ഉള്ളതേ ഉള്ളൂ നോക്കുകയുള്ളൂ അവർ. എടുത്തിരിക്കുന്ന ആളെ ഫുള്ള് ഒരു സ്റ്റാർട്ട് ചെയ്താൽ അത് അവിടെ ഫിനിഷിംഗ് പോയിന്റ് എൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അല്ലെ അത് ബ്രേക്ക് ഡൗൺ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ സർവീസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കോട്ടയം ടൗണിലെത്തി ഇപ്പം ബ്ലോക്ക് ആണെങ്കിൽ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് ആളെ ഇറക്കി വിട്ടിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വരും. ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഇവിടെ നേരെ ഡയറക്റ്റ് ആ സംഭവം ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തും. കാരണം ഇത് ഫുള്ള് ഓൺലൈനിലാണ് ഇതിൻ്റെ ഇതെല്ലാം വരുന്നത്. നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ആൾ സ്റ്റോപ്പ് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അവരുടെ ഫോണിനകത്ത് സ്റ്റാറ്റസ് നോക്കിയാൽ കാണാം അങ്ങോട്ടൊക്കെ വണ്ടി ഡിലേ ആണ്, വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ അവിടെ അതനുസരിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ല, അപ്പോൾ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈവൻ ആ ബസ്സിൽ ഒരാളാണെങ്കിലും അവർക്കുടെ സ്റ്റോപ്പിൽ, അതായത് ആ റൂട്ട് ഫുള്ളും അവർ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ ബസ് നിർത്തിയിട്ട് അടുത്ത ബസ്സിലോട്ട് കയറ്റി വരുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഇപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് ബസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ കയറുമ്പം എല്ലാ സീറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇവിടെ പ്രായം കൂടിയവർ, ഇവിടെ മക്കൾ, അല്ലെങ്കിൽ ഇവിടെ വികലാംഗർ, അങ്ങനെയുള്ള സീറ്റുണ്ട്. ഇവിടെ ഇപ്പോൾ 2 വർഷം ബസ്സിൽ ആയിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? നാട്ടിലെ പോലെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അങ്ങനെ സെപ്പറേറ്റ് സീറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ പ്രയോറിറ്റി സീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീൽ ചെയർ യൂസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ഇതുണ്ട്. അതുപോലെ തന്നെ പ്രാം യൂസ് ചെയ്യണവർക്ക് സ്പെഷ്യലായിട്ടൊരു സീറ്റിംഗ് ഉണ്ട്. അതിലാണ് നമ്മുടെ നാട്ടിലെ പോലെ സ്ത്രീകൾക്ക് ഇന്ന സീറ്റ്, പുരുഷന്മാർക്ക് ബാക്കിൽ സീറ്റ്, അങ്ങനത്തെ സെറ്റപ്പുകൾ ഒന്നുമില്ല. ഈ പ്രയോറിറ്റി സീറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് എന്താ പറയുക, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കയറി കഴിഞ്ഞാൽ അവർക്ക് ഡിസേബിൾഡ് അവർക്കാണ് ഇതൊരു ഇതുള്ളത്, പ്രയോറിറ്റി ഉള്ളത്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ അത് കോമൺ ആണ്. പക്ഷെ ഇങ്ങനെ പ്രയോറിറ്റി ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് ഒഴിവാക്കി കൊടുക്കണം. ഓക്കെ, ശരിക്കും നമ്മുടെ നാട്ടിലേക്കും എപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ലേഡീസിനെ തോണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ബസ്സിൽ കാണാറുണ്ട്. അതില്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാനിക്കും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അതിനെതിരെ പറഞ്ഞ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആ സമയത്ത് ലേഡീസിനൊരു സീറ്റോ ബോയ്സിനൊരു സീറ്റോ ഇല്ല, അവർ മിങ്കിൾ ചെയ്താണ് ഇരിക്കുന്നത്. ഇവരതിനെയൊക്കെ ഇത് ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ഇവർ വളർന്നു വന്നതിൻ്റെ ഭാഗമാണോ? രണ്ടും തന്നെ പറയാം. കാരണം ഇവരുടെ കൾച്ചറിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊന്നും നോക്കുക, തോണ്ടുക, മുട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കാരണം ഇവരിങ്ങനെ ഒരു എല്ലാവരും ഓപ്പൺ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റിയിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഇതിനകത്താണ് ഇവരുടെ കൾച്ചറും ഈ പറഞ്ഞ പോലെ ഇവർ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെ ഒന്നിച്ച് തന്നെയാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് റിസർവ്ഡ് സീറ്റ്സ് ഒന്നും ഇല്ലാത്തത്. ഇവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച് തന്നെ ഇരിക്കുന്നത്. അവർ തന്നെ നമ്മളിപ്പം ഒരു പെണ്ണവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ കയറി വരികയാണ്, അവർ തന്നെ ഒന്ന് സൈഡ് ഒതുങ്ങി തന്നെ സീറ്റ് അവർ തന്നെ നമുക്ക് തരുന്നത്. ആ ഒരു ഇഷ്യൂസ് ഒന്നും ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ബസ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഒരു ഡ്രൈവർ തന്നെയാണ് ഫുള്ളി കൺട്രോൾ ചെയ്യണം. അതേസമയം നമ്മുടെ നാട്ടിലാണെങ്കിൽ ടിക്കറ്റ് കൊടുക്കാൻ ഒരാൾ, പുറകിൽ ഒരു കണ്ടക്ടർ ഉണ്ടാവും, ഇറങ്ങാനും കയറാനും ഉള്ള ബെല്ലടിക്കാൻ. അപ്പം നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ മെയിനായിട്ട് തോന്നിയ കൂടുതലും നമുക്ക് ക്യാഷിൻ്റെ അധികം വരുന്നില്ല. കൂടുതലും ഒന്നെങ്കിൽ വീക്കിലി കാർഡ് അല്ലെങ്കിൽ വീക്കിലി പാസ് അല്ലെങ്കിൽ ഒക്കെ കോൺടാക്ട്ലെസ് കാർഡായിരിക്കും. ജസ്റ്റ് ടാപ്പ് ഓൺ ടാപ്പ് ഓഫ് ആ സെറ്റപ്പിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അധികം ഇഷ്യൂസ് വരുന്നില്ല അങ്ങനെ ടിക്കറ്റിൻ്റെ. പിന്നെ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നാട്ടിലെ പോലെ അങ്ങനെ എല്ലാവരും ഇപ്പം എന്നാ പറയണ്ടേ, കണ്ടക്ടറെ വിളിച്ച് കയറ്റുക അങ്ങനെയില്ല. അപ്പം നമ്മൾ ആ സ്റ്റോപ്പിൽ നിൽക്കുന്നു, ആൾ കയറേണ്ട നമ്പർ നോക്കും അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ നോക്കും, അവർ കയറേണ്ടതാണെങ്കിൽ അവർ കയറും, ജസ്റ്റ് ടാപ്പ് ചെയ്യും, പോയിരിക്കും, ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കണ്ടക്ടറെ ആളെ വിളിച്ച് കയറ്റുക, നാട്ടിലാണെങ്കിൽ ആളെ വിളിച്ച് കയറ്റുക അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ മാനേജ് ചെയ്യുന്ന കേസുകളേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ഫുള്ള് ഇപ്പം സൈഡും മിററെല്ലാം നോക്കാനാണെങ്കിൽ ഇപ്പോൾ പുതിയ ഫെസിലിറ്റി വരുന്നതിനകത്ത് ക്യാമറകളുണ്ട്. ഇപ്പോൾ നമുക്ക് മേളിൽ ഡബിൾ ഡെക്ക ഓടിക്കുന്നെങ്കിൽ ഡബിൾ ഡെക്കിൻ്റെ മേളിൽ എന്തൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, എണീക്കുന്നുണ്ട്, ബെല്ലടിച്ചുണ്ടോ, എല്ലാം നമുക്ക് ക്യാമറയിൽ കൂടെ എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ ക്യാബിനകത്ത് ഇരുന്നുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ട്. പിന്നെ ചോദ്യത്തിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് കയറുന്നവരുടെ ആ പാസിൻ്റെ ജെന്യൂനിറ്റി ഒക്കെ നമ്മൾ തന്നെയാണ് ചെക്ക് ചെയ്യണത്. ഓക്കെ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ സ്റ്റുഡൻസ് പലവരും ഇപ്പം നമുക്കറിയാം നമ്മൾ മലയാളികൾ നല്ല കുരുട്ടുബുദ്ധിയുള്ള ആളുകളാണ്. ഇപ്പം എൻ്റെ വൈഫാണ് ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിലും നാട്ടിൽ എനിക്ക് ആ ഒരു കാർഡ് കൊടുത്തിട്ട് എടാ എൻ്റെ തല ഇതിലോട്ടൊന്ന് വെച്ച് തന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഒരു 100 രൂപ 200 രൂപയ്ക്ക് നമുക്ക് വെച്ച് തരുകയും ചെയ്യും. ഇവിടുത്തെ ഡ്രൈവർമാരെ നമുക്ക് ഈസി ആയിട്ട് പറ്റിക്കാമെന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്.
അങ്ങനെ എന്തെങ്കിലും വണ്ടിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ പിടിക്കപ്പെട്ടത് നമ്മള് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ നമ്മളതിന് പിന്നാലെ പോകാറില്ല മാക്സിമം. പിന്നെ അത്രയും എന്താ പറയണ, അങ്ങനെ നമ്മൾ പറ്റിക്കണം എന്ന രീതിയിൽ, ഫൂളാക്കണം എന്ന രീതിയിൽ ഒരാൾ വന്ന് കാണിക്കുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ ഇത് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പാസ്സൊക്കെ ഉണ്ടല്ലോ നമുക്ക് മൊബൈലിലുണ്ട്. അപ്പോൾ ചിലരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളുടെ പാസ് സ്ക്രീൻഷോട്ട് എടുത്ത് അതൊക്കെ സെൻഡ് ചെയ്ത് മേടിച്ചുകൊണ്ട് നമ്മൾ കാണിക്കും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത് സ്ക്രീൻഷോട്ടാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ആ സമയത്തെ മൈൻഡും ആ ഒരു രീതി, നമ്മൾ ചിലപ്പോൾ ട്രാഫിക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരക്കായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യില്ല. അതെല്ലാം മനഃപൂർവ്വം നമ്മൾ ഫൂൾ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഇത് ഫേക്കാണ്, അത് നമ്മൾ കാണിക്കും ഇത് സ്ക്രീൻഷോട്ടാണ്, പാസ്സല്ല, അത് പറ്റില്ല, നമ്മൾ അവർ അലോ ചെയ്യില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. കുറേ ആൾക്കാർ ഫേക്കായിട്ട് വരും, ചിലർ അല്ലാണ്ടും വരും. നമ്മളത് പിടിക്കേണ്ടതാണെങ്കിൽ പിടിക്കും, അല്ലാത്താണെങ്കിൽ വെറുതെ വിടുന്നതാണ് വിടും. അബീസ് പറഞ്ഞ ചോദ്യത്തിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ നാട്ടുകാർ, നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ എക്സ്പയർഡ് കാർഡൊക്കെ ആയിട്ട് വരും. ഡേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു കൊല്ലം മുമ്പേ കോഴ്സ് കഴിഞ്ഞായിരിക്കും. പിന്നെ ആ കാർഡ് കണ്ടാൽ നമുക്കറിയാം, ഈ ഒറിജിനൽ സ്റ്റുഡന്റ് കാർഡും മറ്റേ സ്റ്റുഡന്റ് കാർഡ് കണ്ടാൽ നമുക്കറിയാം ഇത് ഫേക്ക് ആണോ ഫേക്ക് അല്ലെന്നുള്ളത്. പക്ഷെ അവർ ഇതൊന്ന് കാണിക്കുമ്പോൾ അവർ വിചാരിച്ച് നമുക്കത് മനസ്സിലാവണില്ല എന്നുള്ളതാ. പകുതി മുക്കാലും നമ്മൾ കയറ്റി വിടുന്നതാ. ഈ വല്ല ആളും മലയാളി അവിടെ ഇരിക്കണം, നമ്മളും മലയാളി. സമയത്ത് നമ്മൾ തന്നെ എന്താ പറയുന്നത്, നാട്ടിൽ നിന്ന് ഇങ്ങനെ പൈസയൊക്കെ മുടക്കി അല്ലെങ്കിൽ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് ആദ്യം പഠിക്കണ പറ്റിക്കലാണല്ലോ എന്നുള്ളത് ചിന്തിച്ചു ചിലപ്പോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റുഡന്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആകെ 1.5 പൗണ്ട് ഉള്ളൂ അല്ലേ. അപ്പൊ 1.5 പൗണ്ടിന് നമ്മളെ 1.5 പൗണ്ടിന് നമ്മളെ ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. ഇല്ല, ഇവിടെ എൻ്റെ ഒരു ചോദ്യം, ഇത് നിങ്ങൾ പിടിച്ചു ഒരു ആളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏതറ്റം വരെ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും? നമുക്കവിടെ ട്രാവൽ റെസ്ട്രിക്ട് ചെയ്യാം. അതായത് ഈ UK നിൽക്കണോടത്തോളം കാലം ഇപ്പൊ ഏത് കമ്പനിയാണോ ആ കമ്പനി കയറ്റാതെ പറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ PSWനെ എഫക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ ഒരു ക്രിമിനൽ കേസിലോട്ട് കൊണ്ടുപോകാൻ? ഇത് റിപ്പോർട്ട് ചെയ്ത് ഒഫീഷ്യലി ഒക്കെ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വല്ല പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാകും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ സമയത്ത് ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പയ്യനിങ്ങനെ പറ്റിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇതിങ്ങനെ CCTV ഉള്ളതാണ്, ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നീ ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തും എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇത് അറിയിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ കാരണം സ്റ്റുഡൻസ് വിചാരിക്കണത് പിടിച്ചാൽ കൂടി ഒന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ പുള്ളി ഇവിടെ ഇപ്പം നമുക്ക് നാണം കെടാനില്ല, നമ്മുടെ നാടല്ല, നമ്മളെ ആ ഒരു ചിന്താഗതിയിലാണ് പലരും. ഇല്ല, അത് നമ്മൾ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഡിപ്പോയിൽ പോവുക, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് എഴുതി കൊടുക്കുക, ഇതൊക്കെ CCTV ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയിൽ, എല്ലാം ഫുള്ള് റെക്കോർഡിംഗ് ആണ്. ഇത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ യൂണിവേഴ്സിറ്റി അവർ എവിടെയാണ് പഠിക്കുന്നത് അങ്ങോട്ട് ഇൻഫോം ചെയ്യാം, നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇതാണ് അവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അവർ ജോലിക്ക് പോകുന്നിടത്ത് നമുക്ക് ഇൻഫോം ചെയ്യാം, നിങ്ങളുടെ സ്റ്റാഫ് ഇങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാം. ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മളീ പറഞ്ഞ പോലെ എന്താ. ഞാൻ ഒരു പ്രാവശ്യം ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പിറ്റലിയിൽ ഭാഗത്തുനിന്ന് ഒരു പുള്ളി കയറി, ആള് റെഫ്യൂജി കാറ്റഗറിയാന്ന് തോന്നുന്നു. അപ്പൊ ആളുടെ മറ്റേ കാർഡ് ഉണ്ടല്ലോ, പാസ് ഉണ്ടല്ലോ, ആ പാസ് ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് എഴുതി കാണിച്ച് ഹോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ഓൾറെഡി ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും കാർഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ടാപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ നോട്ട് അലൗഡ് ഹോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അവൻ എന്തെങ്കിലും ഇൻസിഡന്റ് ആ വണ്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം ആ പ്രശ്നം. ബാൻ ചെയ്യാം, ഇവിടെ എല്ലായിടത്തും എല്ലാ രീതിയിലും നമുക്ക് അവരെ ബാൻ ചെയ്യാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻ ചെയ്യാം. നിജോ, ഇപ്പം ഒരാളെ ബാൻ ചെയ്തു, അതായത് അയാൾ ടാപ്പ് ചെയ്തപ്പം അയാൾ റെസ്ട്രിക്റ്റഡ് ട്രാവൽ ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി, പക്ഷെ അയാൾ നിർബന്ധ ബുദ്ധി പിടിക്കുക, എനിക്ക് ഈ വണ്ടി കയറിയേ പറ്റുള്ളൂ എന്ന് പറയുക. അപ്പം നിജോ എന്ത് സ്റ്റാൻഡ് എടുക്കും അവിടെ? നമുക്കിപ്പോൾ അങ്ങനെ അത്രയും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നമുക്ക് കയറ്റായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ബട്ടൺ വിളിച്ച് നമുക്ക് പോലീസിനെ വിളിക്കാം, പോലീസിൻ്റെ ഹെൽപ്പ് ചോദിക്കാം, പോലീസ് വന്ന് ബാക്കി കൈകാര്യം ചെയ്തോളൂ. ഓക്കെ, ഇവിടുത്തെ ഒരു വണ്ടിയുടെ അകത്ത് സേഫ്റ്റി മെഷേഴ്സ് പറയാൻ പറ്റും? അതായത് ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ നെക്കി കഴിഞ്ഞാൽ പോലീസ് വരും, അങ്ങനെയുള്ള സംഭവം ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടുത്തെ ആ വണ്ടിയുടെ അകത്ത് നിങ്ങൾക്കായിട്ട് എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളുണ്ട്? ഇന്ന് 2 ബട്ടണുണ്ട്. ഒന്ന് നമുക്ക് ഡിപ്പോയിലോട്ട് കോൾ ചെയ്യാം, വയർലെസ് കോളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പം പേഷ്യൻ്റ് ആൾക്കാർ എന്തെങ്കിലും എമർജൻസി മെഡിക്കൽ ഇഷ്യൂസ് വരിക അങ്ങനെയാണെങ്കിൽ 999 ഓട്ടോമാറ്റിക്കലി ഒരു ബട്ടൺ ഞെക്കിയാൽ കോൾ പോകും. അത് വിളിച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. അപ്പോൾ ആ ഹെൽപ്പിനകത്തൂടെ നമുക്ക് അവർ തന്നെ ഈ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ പോലീസ് വരേണ്ടതാണെങ്കിൽ പോലീസ് വരും, മെഡിക്കലിൽ ആംബുലൻസ് വരേണ്ട കേസാണെങ്കിൽ അവർ നമ്മൾ ആംബുലൻസ് വയ്ക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽപ്പിങ് പറ്റും. ഓക്കെ, ഇത്രയും നാളും നിങ്ങൾ ഒരു 2 വർഷത്തിന് മേളിൽ വർക്ക് ചെയ്തവരാണ് നിങ്ങൾ 3 പേരും. ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു എമർജൻസി ബട്ടൺ നെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഉണ്ട്, വണ്ടികളുടെ എമർജൻസീസ് എപ്പോഴും ഉണ്ടാവുക. ഈ പറയുന്ന പോലെ ഫോൾ ഉണ്ടാവുക, ആരുടെയും വീഴ, വയസ്സായവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എൻ്റെ വണ്ടിയിൽ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു അമ്മൂമ്മ 2 ചെറിയ കുട്ടികളായിട്ട് വന്നു, കൊച്ചു കുട്ടികളാണ്. അപ്പം അവരിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കണേ. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾ മെല്ലെ കൂടി.
അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും നമുക്ക് ക്യാമറയിൽ നോക്കി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ മുമ്പിൽ നോക്കി വണ്ടി ഓടിക്കുന്നു. ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ വണ്ടി നിർത്തി നോക്കുമ്പോൾ ഈ അമ്മൂമ്മ എന്ത് ചെയ്തു, അമ്മൂമ്മ ഇവരുടെ പുറകെ മേളിലേക്ക് പോയതാണ്. അപ്പം ഞാനായിട്ട് നമ്മളെ ഡ്രൈവറായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്തില്ല ഇത്. സൗണ്ട് കേട്ടു, ഇവർ താഴെ വീണു. പിന്നെ വണ്ടി അവിടെ തന്നെ നിർത്തി ഇതുപോലെ എമർജൻസി സർവീസസ് വിളിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ വണ്ടി കയറി, ആൾ ഡ്രങ്ക് ആയിരുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ആളുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ആവണില്ല. കാർഡ് ഓൾറെഡി ഫ്രീസ് ആയിട്ട് ഇങ്ങനെ ആടാം, പുള്ളിയുടെ കാർഡ് അല്ല അത്. അപ്പോൾ കാർഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത സ്റ്റോപ്പ് വരുള്ളൂ, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മളവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ട്രിപ്പ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കയറിക്കോ, അടുത്ത സ്റ്റോപ്പ് വരുള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് 4 ട്രിപ്പ് ഉണ്ടായിരുന്നു. മീൻസ് 88 ഇവിടുന്ന് പോയി തിരിച്ചു വന്ന് അങ്ങനെ 2 ട്രിപ്പ് ഉണ്ട്. പുള്ളി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങിയില്ല, തിരിച്ചു വന്നിട്ട് ഇറങ്ങിയില്ല, വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഇറങ്ങിയില്ല. അവസാനം ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് നിങ്ങൾ ഇറങ്ങലെന്ന് വെച്ചപ്പോൾ പുള്ളി ഇറങ്ങല്ല, പുള്ളി നീ പോയിക്കോ, ഞാൻ ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഇറങ്ങിക്കോളാം എന്നിട്ട് പുള്ളി ഇറങ്ങിയില്ല, അവിടെ കിടന്ന് ഉറങ്ങി. അതിൻ്റെ അവസാനം നിവർത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനപ്പോൾ എന്തെങ്കിലും ആവട്ടെ സമയമാകുമ്പോൾ ഇറക്കാമെന്ന് വെച്ചിട്ട് പോയി. ഞാനൊരു ബ്രേക്ക് പിടിച്ചപ്പോൾ പുള്ളി നിലത്തേക്ക് വീണു. പിന്നെ പുള്ളി എഴുന്നേക്കല്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അതുപോലെ തന്നെ പോലീസുകാർ തന്നെ ആംബുലൻസ് വിളിച്ചു. ആൾ ഡ്രങ്ക് ആണെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് പോലീസുകാർ വന്നിട്ടാണ് വണ്ടി നിർത്തി വിട്ടത്. ഇതുപോലത്തെ ഇൻസിഡൻസ് മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് വണ്ടിയിൽ. പിന്നെ ഈ വെള്ളി ശനി ഞായർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഡ്രങ്ക് ആയിരിക്കും. ഈ ഇൻസിഡൻസ് വെള്ളി ശനി ഞായർ മിക്കപ്പോഴും മിക്കവാറും വണ്ടികൾ നടക്കാറുള്ള സംഭവമാണ്. ഇപ്പം ഞാനൊരു കോമൺ ഫാറ്റാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ഈ കെയർ ഹോമിലെ വീഡിയോ എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരാൾ വീണ് കഴിഞ്ഞാൽ അവർക്കുടെ മേത്ത് തൊടാൻ പോലും നമുക്ക് അധികാരമില്ല എന്ന്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ബസ്സിൽ ഇപ്പം എന്താ വെച്ചാൽ ഈ വീഡിയോ എത്ര പേരിലോട്ട് പോകുന്നു നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, എവിടെ എന്ത് സംഭവിച്ചാലും അതിൽ പോയി ഇടപെടണം. ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചാലും നമ്മൾ ഡോർ തുറന്ന് എന്തെങ്കിലും പറ്റി കേട്ടാൽ ഇറങ്ങി വരാൻ പറയും. അതുപോലെ നിങ്ങളുടെ ബസ്സിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ അതിനെ പോയി എടുക്കുവാണോ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇല്ല, ഞാൻ പറഞ്ഞു ഈ ഇൻസിഡന്റ് എപ്പോഴും അവിടെ മലയാളികളുണ്ടായിരുന്നു, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ പോയിട്ട് പുള്ളി ഡ്രങ്ക് ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുന്നേപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഇൻ കേസ് ഇനി എന്തെങ്കിലും എഴുന്നേപ്പിക്കുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കും പ്രശ്നമാവും. ഞാൻ അടുത്ത് പറഞ്ഞു തൊടാൻ നിൽക്കണ്ട, ഞാൻ ഓൾറെഡി പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, പോലീസ് വന്നിട്ട് നമ്മുടെ അടുത്ത് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ പാസഞ്ചേഴ്സിനും പുറത്തിറക്കി, എല്ലാവരും പുറത്തിറങ്ങി നിന്ന്, ഞാനും പുറത്തിറങ്ങി നിന്ന്, പോലീസ് വന്നപ്പോഴാണ് ഞാൻ അകത്തേക്ക് കയറിയത്. ഇവിടെ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. അതെ, നമ്മളെ അല്ല പോലീസ് വന്നാലും ഇപ്പൊ എന്തെങ്കിലും ഇൻസിഡന്റ് ആയാലും പോലീസ് വന്നാലും പോലീസ് ഏറ്റവും ചോദിക്കുന്നത് നിങ്ങൾ അവരെ എന്തെങ്കിലും ചെയ്തോ. ഇപ്പൊ എന്ത് ഇൻസിഡന്റ് വന്നാലും നമ്മൾ അവരുടെ മേത്ത് കൈ വെച്ചു വന്നാൽ പോലീസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണേ. നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. ഇപ്പൊ ബസ്സിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മൾ ക്യാബിനിലിരിക്കുക, പോലീസിനെ വിളിക്കുക. നമുക്ക് അവരെ കൈ വെക്കാനോ അല്ലെങ്കിൽ ഉന്തി പുറത്ത് ഇടാനോ ഒന്നും നമുക്ക് റൈറ്റ് ഇല്ല. അവർ പോലീസുകാർ ഇപ്പൊ നമ്മൾ വിളിച്ച് പോലീസ് വന്നാലും അവരാദ്യം ചോദിക്കുന്നത് നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് നോക്കിയുള്ളൂ. നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതായത് നമ്മൾ ഡോർ തുറന്ന്, അതായത് നമ്മുടെ ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് അവർക്ക് വേറെ രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞേക്കുന്നത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വണ്ടി ഓഫ് ചെയ്യുക, ക്യാബിനകത്ത് ഇരുന്നോളൂ, വിളിക്കേണ്ട എമർജൻസി സർവീസിനെ വിളിക്കുക എന്നുള്ളതാണ്. ക്യാബിൻ ലോക്കാണ്. നമുക്ക് ഒരു പാസഞ്ചറിന് വന്ന് നമുക്ക് ക്യാബിൻ തുറക്കാനും പറ്റില്ല. ക്യാബിനുള്ളിൽ നിന്ന് ലോക്കുണ്ട്. ആ ക്യാബിൻ ശരിക്കും നല്ല സേഫാണ്. ഒരാൾ ഒരു കല്ല് വെച്ചാൽ പ്രൂഫ് ഒന്നും അല്ല, എന്നാലും ആവശ്യത്തിനുള്ള സേഫാണ്. ഫൈബർ ആണല്ലോ, സേഫാണ്. ഓക്കെ. ഇനി ഇവിടുത്തെ ഈ ചെറിയ പിള്ളേരുടെ ഇതുണ്ട്, പിന്നെ എന്നെങ്കിലും പറഞ്ഞ് ഇപ്പം പിള്ളേർ കയറി വന്ന് തുപ്പുക, അത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഹാബിറ്റാണ് ഈ ചെറിയ പിള്ളേരുടെയൊക്കെ. അപ്പൊ അതിന് ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പിള്ളേർ എറിയും, കല്ലിനെറിയും, മുട്ടയ്ക്കെറിയും, സാൻഡ്വിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. സാൻഡ്വിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഓടിച്ചോണ്ട് പോകുന്ന വഴിക്ക്, വെക്കേഷൻ ആണല്ലോ, പിള്ളേരെല്ലാം വഴി കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് പയ്യെ അങ്ങ് പോയത്, ഒരുത്തൻ സൈക്കിളെ വന്ന് ഒറ്റ സാൻഡ്വിച്ച് എടുത്ത്, മഴ ആയതുകൊണ്ട് ഗ്ലാസ് അടച്ചിട്ടേക്കുമായിരുന്നു. സ്നോഫോളിന്റെ സമയത്ത് നല്ല രസമാണ്. ഞാൻ ഇതുപോലെ തന്നെ പോകുന്ന സമയത്ത് ഈ സീബ്ര ക്രോസിംഗിൽ നമ്മൾ നിർത്തണമല്ലോ ആരും ഉണ്ടെങ്കിൽ, അപ്പൊ ഒരു പയ്യൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സീബ്ര ക്രോസിംഗിൽ. ഞാനിത് കണ്ട് ഞാൻ വന്നപ്പോ ഞാൻ നിന്നു, അവിടെ നിൽക്കുന്ന കാരണം ഞാൻ നിർത്തി കഴിഞ്ഞപ്പോ ആ പയ്യൻ ക്രോസ് ചെയ്യാണ്. അപ്പൊ എന്നെ കൈ വെക്കി കാണിച്ചിട്ട് ക്രോസ് ചെയ്യണം, പയ്യെ പോകണം. അപ്പൊ ഞാൻ ഇതെന്താണ് പയ്യെ പോകണമെന്ന് നോക്കി കഴിഞ്ഞപ്പോ സൈഡിൽ നിന്ന് മുട്ടയ്ക്ക് എറിയാണ്. 2-3 മുട്ടയ്ക്ക് എൻ്റെ സൈഡിലെ വിൻഡോ ഭാഗത്തിന് ക്ലോസ് ആയതുകൊണ്ട് നമ്മുടെ എത്തിക്കൊണ്ടില്ല. ശരിക്കും ഈ ഒരു ജോബ് ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ തമാശയാണ്, ഇതൊക്കെ നമുക്കൊരു തമാശ, അത്രേ ഉള്ളൂ. ഇത് ഇപ്പൊ നമ്മളെ ബാധിക്കുന്ന കേസൊന്നുമല്ലല്ലോ. പിള്ളേരുടെ ഓരോ ഹോബീസ് അത്രേ ഉള്ളൂ. അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ലേ, നമ്മളത് വിടും, അപ്പൊ തന്നെ വിടും, നമ്മൾ വണ്ടി എടുത്തുണ്ടോ, അത്രേ ഉള്ളൂ.
പിന്നെ ഇവിടെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാസഞ്ചർ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ നിർത്തി, ഒന്നല്ലെങ്കിൽ ആ വണ്ടി ഫുള്ള് ക്ലീൻ ആയിട്ടാണ് പിന്നെ ആ വണ്ടി എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വേറെ വണ്ടിയിലോട്ട് കയറ്റി വിടുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പറ്റി? ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഒരു മറ്റേ എന്താ പറയണ ഒരു സാനിറ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈജീനിക് ഇഷ്യൂ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ സർവീസ് ബ്ലോക്കാണ്. മീൻസ് നമ്മളവിടെ സർവീസ് സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് അതിനകത്തെ പാസഞ്ചേഴ്സിന് അടുത്ത വണ്ടിയിൽ പുറകെ വരുന്ന ഇപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് അടുത്തൊരു വണ്ടി അതിൽ വരും, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി പിന്നെ ക്ലീനിങ്ങിന് പോകും. ഓക്കെ, ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ വണ്ടിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന ആൾ, അതായത് ഒരു ടൈം ഇല്ല പോയേ പറ്റൂ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യും? അല്ല, അതൊന്നും ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ ഒരാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം കൊണ്ടുവിടുക എന്നുള്ളത് ഓക്കെ, അയാൾ നമ്മളെ സമയത്തോട്, പക്ഷേ വണ്ടി സർവീസിന് പോകാത്തടത്തോളം നമുക്ക് അതിനകത്തൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് അത് ഏതായാലും അവർക്കൊരു ടാക്സിയിൽ വല്ലതും പോവേ നടക്കുകയുള്ളൂ. നമ്മളവിടെ വേറെ ഒന്നും ചെയ്യാം. കാരണം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 2 സ്റ്റോക്ക് ഒറിജിന് വണ്ടി ഓടിക്കുന്ന സമയത്ത് 2 പേര് ഡോഗിനായിട്ട് കയറി. 2 ഡോഗ് ഉണ്ടായിരുന്നു. ഡോഗ് മൊത്തം അപ്പിയിട്ട് വണ്ടി മൊത്തം മെസ്സായി. നമുക്ക് അവിടെ നിന്ന് തിരിച്ച് കാര്യം ഇഷ്ടം പോലെ അവിടെ എന്ന് വെച്ചാൽ റിമോട്ട് ഏരിയ ആണ്, എല്ലാ പീപ്പിൾസാണ് കൂടുതലുള്ളത്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടി നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം, ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിപ്പോയിൽ വന്ന് വണ്ടി സർവീസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത്. സർവീസ് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഹൈജീനിക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സർവീസ് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിയറിയാം, ഇപ്പോൾ UK അത്യാവശ്യം നല്ല രീതിയിൽ മലയാളികളുള്ള ഒരു ഏരിയ ആയിക്കൊണ്ടുവരികയാണ്. അപ്പം ഈ മലയാളികൾക്കുടെ കയ്യിൽ നിന്ന് വന്ന ഈ ബസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ ബിഹേവ് ചെയ്യുമ്പോഴുള്ള ഈ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും അവർ ഇത് ചിലവർക്ക് ഇത് ചെയ്യണത് തെറ്റാണെന്നറിയാതെ ചെയ്തു പോണവരുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? ഇല്ല, നമ്മുടെ മലയാളികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോഡ് ക്രോസിംഗ് പോലെ തുടങ്ങും അല്ലേ? ബസ്സിനകത്ത് മലയാളികളെ കൊണ്ട് അങ്ങനെ അധികം വലിയ പ്രശ്നമില്ല. കാരണം ബാക്കിയുള്ളവർ അധികമുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ മലയാളികൾ. അല്ല, ഞാൻ ഒരിക്കലും മലയാളികളെ കുറ്റപ്പെടുത്തി പറയണില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പോൾ ബസ്സിനെ പറ്റി കൂടുതൽ അറിവില്ല. നിങ്ങളവിടെ 2 വർഷം വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ട്രെയിനിങ്ങിൽ. ഇതിനകത്ത് ഒരു സംഭവം ഞാൻ ഫീൽ ചെയ്ത് വെച്ചാൽ എന്താ വെച്ചാൽ, ഇവിടെ ബസ് കമ്പനികൾ ഡിഫറെൻറ്റ് കുറച്ച് വേറെ, ഇപ്പം ഈശോ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനികൾ, ഞങ്ങൾ വേറെ കമ്പനി, അപ്പം അങ്ങനെ ഓരോ എന്താണ് കുറേ കമ്പനികളുടെ ബസ് ഉണ്ട്. അപ്പം ചിലർ സീസണൽ മറ്റേ വീക്ക്ലി പാസ്സൊക്കെ എടുക്കും. അപ്പം ചില പാസ്സുകളെന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ മാത്രം കയറാൻ പറ്റുന്ന ബസ്സായിരിക്കും. അതായത് ഒരു കമ്പനിയുടെ ബസ്സിൽ മാത്രം കയറാൻ പറ്റുന്ന ബസ്സായിരിക്കും. അപ്പോൾ അവർ നമ്മുടെ ബസ്സിൻ്റെ വന്നിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ട്രാവൽ നോട്ട് അലൗഡാണ്. അപ്പോൾ പിന്നെ ഇവർ അയ്യോ ഞാനത് ഒരാഴ്ചത്തേക്ക് എടുത്തതാണല്ലോ, പക്ഷേ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കും. അപ്പം ശരിക്കും നമ്മൾ പെർമിറ്റഡ് അല്ല അവരെ കൊണ്ടുപോകാൻ. കാരണം ആ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പർട്ടിക്കുലർ കമ്പനിയുടെ ബസ്സിൽ മാത്രം കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവരെ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഇവർക്ക് അങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ബസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഓൾ ബസ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വേണം ഇവർ മറ്റേ ഇതെടുക്കാൻ. ചെറിയ പൈസ വ്യത്യാസം, ചെറിയ പൈസയുടെ വ്യത്യാസമുണ്ട്. ചിലവര് അറിയാതെ എടുക്കുന്നവരുണ്ട്, ചിലവർക്ക് അറിയാതെ എടുക്കുന്നവരുണ്ട്. പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ചില ആൾക്കാരുണ്ട്, ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു, ഓക്കെ, ഇപ്പം വേറൊരു കമ്പനിയുടെ എടുത്തു, നമ്മുടെ വണ്ടിയൊക്കെ കയറി, ഓക്കെ, ഒരു പ്രാവശ്യം മനസ്സ് നമ്മൾ ഓക്കെ കയറിക്കോണം പറഞ്ഞു, അത് വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. കൂടുതലും സ്റ്റുഡൻസിന്റെ അടുത്താണ് ഈ പ്രോബ്ലം വരുന്നത്. ഇത് ഇവര് ആ പാസ് എടുക്കുന്ന സമയത്ത് എന്താണ് എല്ലാം ഓൾ ബസ്സസ് എന്നുള്ള രീതിയിൽ പാസ് എടുത്താൽ മതി. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പൈസയുടെ വ്യത്യാസം അതിനകത്തുള്ളൂ. അപ്പം എല്ലാ ബസ്സസും എല്ലാ സർവീസസും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു സംശയം എനിക്ക് ചോദിക്കാനുള്ള, ഈ ചൈൽഡ് സീറ്റ് റിലേറ്റഡ് ആയിട്ട്. കാര്യം നമുക്കറിയാം, ആ നിയമത്തിനെ പറ്റി നമ്മുടെ ആളുകൾ ബോധേഡല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്നെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞു. അതായത് ഫ്ലെക്സ് ബസ്സിൽ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പം ഇവർക്ക് 1.5 വയസ്സായ, 1 വയസ്സും 1 മാസമായ കൊച്ചുണ്ട്. ഫ്ലെക്സ് ബസ്സിൽ പോയി ഇവർ കയറാൻ വേണ്ടി എല്ലാം റൂമിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഭയങ്കര സന്തോഷത്തിന് പോയി ലൈനിൽ നിൽക്കുവാണ്. ഇത് നടന്ന ഇൻസിഡൻ്റ് ആണ്, വിത്ത് പ്രൂഫ് ഉണ്ട്. അതാണ് ഞാൻ ഫ്ലെക്സ് എന്ന് എടുത്ത് പറയാനുള്ള കാര്യം. നിൽക്കുമ്പോൾ ആ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവരന്നേരം കരയോ അവിടെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ലണ്ടൻ ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ 20 പൗണ്ടാണ് പോകും. പക്ഷേ അന്ന് അവർക്ക് ഹീത്രോയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം അവർ പിന്നെ അവർ നടക്കണില്ല, അവർ പാസ്പോർട്ട് കൊടുക്കാൻ, ഞങ്ങൾ എഴുതി കൊടുക്കാൻ, ലീഗലി എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളുടെ കൊച്ചിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഏറ്റെടുത്താന്ന് പറഞ്ഞു. പക്ഷേ അവരത് കയറ്റില്ല, മൊത്തത്തിൽ ട്രാൻസ്പോർട്ട് കയറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ ഇവർ നാഷണൽ എക്സ്പ്രസിൻ്റെ, അതായത് നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, മെഡോ ഹാളിൽ അവിടെ ഫ്ലെക്സ് വരും, നാഷണൽ എക്സ്പ്രസ് വരും, മെഗോ വരും, എല്ലാം വരും. അപ്പം നാഷണൽ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ പോകുമ്പം അവർ പറയണം ഞങ്ങൾക്ക് ചൈൽഡ് സീറ്റ് വേണ്ടെന്ന് പറയണം. അപ്പം അതെന്ത് നിയമമാണ്? അതായത് ഒരു പേർക്ക് ചൈൽഡ് സീറ്റ് വേണം, ഇന്ന ആൾക്ക് ചൈൽഡ് സീറ്റ് വേണ്ട.
ഇല്ല, ചൈൽഡ് സീറ്റിനെ പറ്റിയിട്ട് ഇവിടെ ബസ്സസിൽ നമുക്കൊന്നും അങ്ങനെ പർട്ടിക്കുലർ ലോ ആയിട്ടൊന്നും ഞങ്ങൾക്കില്ല. അത് കമ്പനിക്കാരുണ്ടാക്കുന്ന ഓരോ ലോ ആണ്. ഇപ്പോൾ കാറിനകത്താണ് നമുക്കറിയാം അത് ബൈ ട്രാഫിക് ലോ നമുക്ക് കാർ സീറ്റ് വേണമെന്നുള്ളത് അറിയാം. പക്ഷെ ബസ്സിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് ഓരോ കമ്പനി ഓരോരുത്തർ അവരുടേതായ ഒരു പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതുണ്ട്. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം ശരിക്കും ആ ഒരു പോളിസി ശരിക്കും വായിച്ച് എടുക്കണം അല്ലേ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഓരോ ബസ്സസിനും ഓരോ പോളിസീസാണ്. ഇപ്പം ട്രാഫിക് ലോയിൽ അങ്ങനെ പറയുന്നില്ല കോച്ചസിൽ മറ്റേ എന്താണ് ചൈൽഡ് സീറ്റ് വേണമെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇത് ചില ബസ്സസിന് ഇപ്പം ഫ്ലെക്സ് ബസ്സിലെ നിയമമായിരിക്കില്ല നാഷണൽ എക്സ്പ്രസ്സുകാർ, അവരുടെ ആയിരിക്കില്ല മെഗാ ബസ്സിൽ. അപ്പോൾ അതൊന്നും നമ്മൾ കുട്ടിയുണ്ട് അതിൻ്റെ പോളിസി എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലത്. പിന്നെ കോച്ചിനുള്ള അങ്ങനെ ഇഷ്യൂസ് വരുള്ളൂ. നമ്മുടെ ലോക്കൽ സർവീസിന് അങ്ങനെ ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഞങ്ങൾക്ക് അങ്ങനെ ലോ ഇല്ല. ഈ ചൈൽഡ് സീറ്റ് മാൻഡേറ്ററി എന്ന് പറഞ്ഞ ലോ നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്തൊരു വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ അന്നേരം ആ ഒരു സ്പോട്ടിൽ നാഷണൽ എക്സ്പ്രസ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് അല്ലെങ്കിൽ പിന്നെ അവർ ടാക്സി വിളിക്കണം, ഒരു 170 പൗണ്ട് കൊടുത്തിട്ട് വേണം അവർ പോകാൻ. എന്നിട്ട് അടുത്ത ബസ്സിൽ നാഷണൽ എക്സ്പ്രസ് കയറി അവർ പോയി. അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പം എനിക്കറിയാം, ഇപ്പം ഉണ്ണിച്ചേട്ടനെങ്കിലും കയറി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോപ്പിക്കും ജോലിക്ക് കയറിയില്ലേ. ഒരു 10-20 മലയാളി, ഞാൻ ഉണ്ണിച്ചേട്ടൻ ലാസ്റ്റ് ഒരു പ്രോഗ്രാമിന് കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയപ്പോൾ ഇപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. UK ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് കാർ ലൈസൻസ് 6 to 1 year ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിനെന്തെങ്കിലും ഒരു ഡിഗ്രിയോ കാര്യങ്ങളോ വേണോ? ഇല്ല, ഒന്നുമില്ല. ഡിഗ്രി ഉണ്ട്. നമുക്ക് +2 എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇതല്ല. പിന്നെ എക്സാം ഉണ്ട്, ഒരു ടെസ്റ്റ് പോലെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സിന്റെ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ പറഞ്ഞ തിയറിയും അതൊക്കെ ഉണ്ട്. ഡ്രൈവിംഗിന്റെ എല്ലാ ടെസ്റ്റുകളും ഉണ്ട്. അതെല്ലാം പറഞ്ഞത് ഇപ്പൊ സ്റ്റേജ് കോച്ചിൽ അല്ലെങ്കിൽ കാറിന്റെ ലൈസൻസ് എടുക്കുന്ന ആൾക്ക് 50 ആണെങ്കിൽ ഇത് 100 ആവും, ഡബിൾ ആവും. അതായത് 50 ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് 47 മാർക്ക് കിട്ടുക എന്നുള്ളത് ഇത് 100 എത്ര മാർക്ക് കിട്ടണം? അപ്പോൾ നമുക്ക് 84 ആണ്. 84 എങ്ങനെയുണ്ട്? അത് ശരിക്കും ഒരാൾക്ക് പാസ്സായി എടുക്കാൻ പറ്റുമോ? ഇരുന്ന് പഠിച്ചാൽ പാസ്സാകാൻ പറ്റും. കാറിന്റെ ഒക്കെ തന്നെ പഠിച്ചെടുക്കുന്നുണ്ടല്ലോ നമ്മള്. അതിനകത്തൂടെ കുറച്ചുകൂടെ അഡീഷൻസ് കാരണം ഇതിനകത്ത് എക്സ്ട്രാ ഒരു കേസ് സ്റ്റഡി മൊഡ്യൂൾ 4 എന്ന സാധനം വരുന്നുണ്ട്. അപ്പൊ കേസ് സ്റ്റഡി പാടാനാണ് ഓൺലൈനിൽ ഇപ്പൊ കുറച്ച് ടഫ് ആയിട്ടുള്ളൂ, കുറച്ച് ടഫുള്ളൂ. ബാക്കി രണ്ടും നമ്മൾ ഈ പറഞ്ഞ കാറിന്റെ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ IELTS ഒക്കെ പഠിക്കുന്ന പോലെ ഒരു സിനോറി എന്നിട്ട് സിനോറിക്കകത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ സിനോറി വായിച്ച് മനസ്സിലാക്കി ഇപ്പൊ എന്താ നടക്കുന്നതെന്നുള്ളത് നോക്കി. പിന്നെ കുറെ നമ്മുടെ ഈ ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതിന്റെ കുറെ നിയമങ്ങളുണ്ട്. UK നിയമവും അതുപോലെ ഇന്റർനാഷണൽ നിയമം, യൂറോപ്യൻ നിയമം, അതൊക്കെ നോക്കി വായിച്ച് അതിന്റെ ഡിഫറൻസ് കണ്ട് കുറച്ച് അങ്ങനത്തെ അതൊരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ. കുറച്ച് ലോജിക്കലി നമ്മൾ എന്താണ് ആലോചിച്ചെഴുതുന്നത്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ആയിരിക്കും. ഒരു സിറ്റുവേഷൻ നമുക്ക് തരും, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് തന്നേക്കുന്ന 4 ഓപ്ഷൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിനകത്ത് 4 ഓപ്ഷൻ ചെയ്തിട്ട് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ആ 4 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ മാറി മാറി വരാം. അപ്പൊ അതിനകത്ത് ഏതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിനകത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ സമയത്ത് ചെറിയൊരു ബേസിക് ഇംഗ്ലീഷും ബേസിക് മാത്സിന്റെ ടെസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷ് അവർ ഭയങ്കര കാര്യമായിട്ട് നോക്കുമോ അതോ? ഇല്ല, ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയുള്ളത്. ഇതൊരു ഇംഗ്ലീഷ് കൺട്രി അല്ലേ. അവരൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർ ചോദിക്കും എന്തിനാണ് ഈ കമ്പനി സെലക്ട് ചെയ്തത്, അങ്ങനത്തെ കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ ഈ ടെസ്റ്റ് ഉണ്ടാവും, ഇംഗ്ലീഷ് മാത്സ് ടെസ്റ്റ് ഉണ്ടാവും. കാരണം ഇത് ഒന്നും അറിയാണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്. ഈ കയറുന്നവരെല്ലാരും മലയാളത്തിൽ ടിക്കറ്റ് എടുക്കുന്ന നിർബന്ധമില്ല. ഇംഗ്ലീഷ് മാത്സ് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ടൈം ഇപ്പൊ നമുക്ക് നിയമം അനുസരിച്ച് നമുക്ക് 5 hours കണ്ടിന്യൂസ് ഓടിക്കാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വേണം. അപ്പം അങ്ങനെ അതിൻ്റെ നമ്മൾ ഓടിക്കുന്നതിൻ്റെ ടൈം കാൽക്കുലേഷൻസ്, പിന്നെ നമ്മളിപ്പം ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കുന്നത് അതിൻ്റെ മാത്സിൻ്റെ ആയിട്ട് ചെറിയ കാൽക്കുലേഷൻസ്, അങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മുടെ നാട്ടിലിരുന്ന് കാണുന്നവർക്കായിട്ട്, അതായത് നമ്മുടെ നാട്ടിലെ ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ചേഞ്ചാണ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വെളിരാജ്യത്ത് വന്നിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ വന്നായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യണവർ അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യണവർ കുറച്ചുകൂടെ സന്തോഷമായിട്ട് ഇരിക്കും എന്നുള്ളത്. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് നാട്ടിൽ വന്നോന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് പറയാനുള്ളത് ഇതെല്ലാം ഓൺലൈൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, ഏറ്റവും നല്ലത്. ഓൺലൈൻ എങ്ങനെയാണ് നീ ഉദ്ദേശിച്ചത്? ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഉണ്ടോ, ഇങ്ങോട്ട് പോകാൻ ഏത് വണ്ടിയാണ്, ഡെസ്റ്റിനേഷൻ നമ്പർ, ഇതൊന്നുമില്ല. ഇപ്പം നാട്ടിൽ നമുക്ക് സർവീസ് ഉണ്ടായിരുന്നതുകൊണ്ട് പറയാണ്. ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഓക്കെ നിനക്കിപ്പം ഇപ്പം എങ്ങോട്ടാണ് പോകണ്ടേ,
ഇപ്പോൾ ഓക്കെ സ്റ്റോക്ക് കുറിച്ച് പോകണമെങ്കിൽ നെറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഇവിടുന്ന് ഏത് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ചെന്നിട്ട് ഇന്ന നമ്പറെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത നമ്പറെ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഓൺലൈനിൽ നോക്കി അറിയാം, ടൈം അറിയാം, വണ്ടി ഡിലേ ആണെങ്കിൽ അറിയാം, ടിക്കറ്റും എടുക്കാൻ പറ്റും. ഇപ്പോൾ കെ എസ് ആർ ടി സിയിലേക്ക് കൂടുതലും വരേണ്ട ഒരു സംഭവം ഇത് തന്നെയാണ്. ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും, ടൈം ഷീറ്റ് അറിയാൻ പറ്റും, ലൈവ് ട്രാക്കിംഗ് ഇല്ല. പിന്നെ ഇവിടെ വെച്ചാൽ ഇതൊരു സർവീസിൻ്റെ മീൻസ് ഗവൺമെൻറ് പബ്ലിക്കിന് കൊടുക്കുന്ന സർവീസാണ്. അതായത് ഇതിനകത്ത് തന്നെ ഗവൺമെൻറ് എന്താ പറയുക ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ കമ്പനീസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നല്ല, പക്ഷേ ഇതിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് വലിയ ഇൻകം ഒന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ടാക്സ്. പക്ഷേ ഇത് ഒരു ഒരു സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ ചില റൂട്ടുകൾ നമ്മൾ ഓടുന്ന അതിനകത്തൊന്നും ആരും ഇല്ല. പക്ഷേ അത് ഗവൺമെൻറ് ഫണ്ടഡ് റൂട്ട്സ് ആണ്. അതായത് പബ്ലിക്കിന് A to B ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇട്ടേക്കുന്ന റൂട്ടാണ്. അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ, ആ സർവീസ് രാത്രി 12 വരെ ഓടുന്നുണ്ടാവും, അല്ലെങ്കിൽ 1 മണി വരെ ഓടുന്നുണ്ടാവും. അപ്പം പബ്ലിക്കിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇട്ടേക്കുന്ന ഒരു സർവീസ്, ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലെല്ലാം പ്രോഫിറ്റ് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രമല്ല, ഇപ്പം കമ്പനിക്ക് അത് ലോസ്റ്റ് ആണെങ്കിൽ പോലും ഗവൺമെൻറ് നമുക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് കമ്പനിക്ക്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതാണ് ഫണ്ടഡ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഗവൺമെൻറ് ഫണ്ടഡ് റൂട്ട്സ് ആണത്. ഇപ്പോൾ ഗവൺമെൻറ് ആണ് ആ ഒരു ട്രിപ്പിൻ്റെ എക്സ്പെൻസ് കമ്പനിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് കിട്ടുന്ന ഇപ്പോൾ 1-2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നാട്ടിൽ വന്നാൽ നന്നായിരിക്കും അല്ലേ.